ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ടോപ്പിക്ക് തേർഡ് പാർട്ടി ആണ്. നിങ്ങൾ കുറേ DMs ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടിയിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് ഓവർ ഫോക്കസ്ഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ ഡീൽ ചെയ്യാമെന്നുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോയിലൂടെ. കാരണം എനിക്ക് കുറച്ച് കമൻറ്റ്സ് വരാറുണ്ട്, തേർഡ് പാർട്ടിയിൽ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറയാറുണ്ട്, DMs അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്തായിരിക്കും അവരിലേക്ക് ഫോക്കസ് ചെയ്ത് പോകും. ഞാൻ എന്നിലേക്ക് കംപ്ലീറ്റ്ലി കണ്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തോന്നുള്ളൂ. അതാണ് എനർജിയുടെ ഒരു പ്ലേ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടിയിലേക്ക് ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടീനെ കുറിച്ച് അന്വേഷിക്കുന്നു, അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എനർജി അവരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി അവിടെ സ്ട്രോങ് ആയിട്ട് പോകും. തേർഡ് പാർട്ടി സ്ട്രോങ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറും അവരും തമ്മിലുള്ള ആ ഒരു എനർജി ബോണ്ട് മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവർ വരാൻ വേണ്ടി മാത്രമല്ല, നമ്മളെ എപ്പോഴും പറയുന്ന പോലെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഓരോ ഷാഡോ വർക്ക്സ് ഹീൽ ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്ത് നമ്മുടെ ഓരോരോ എന്തൊക്കെ ഇഷ്യൂസസാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാവുന്നത് അതൊക്കെ ഹീൽ ചെയ്ത് മാറ്റുക. അവരിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. അവരിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ എനർജീസ് നല്ല രീതിയിൽ അവർ വലിച്ചു കൊണ്ടുപോകും. തേർഡ് പാർട്ടി മിക്കതും കാർമിക്സ് ആയിരിക്കും, വാമ്പയേഴ്സാണ് അല്ല, എനർജി വാമ്പയേഴ്സാണ്. അപ്പോൾ അവർ നമ്മുടെ എനർജി വലിച്ചു കൊണ്ട് വളരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മുടെ ഈ ഹീൽ ചെയ്ത എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അത്രയും പ്രഷ്യസ് ആണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ എപ്പോഴും അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മനസ്സിൽ, അതുപോലെ ടെലിപ്പതിക്കലി അവരെ ബ്ലെസ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് പറയാനുണ്ടെങ്കിൽ ടെലിപ്പതിക്കലി നിങ്ങൾക്ക് മെസ്സേജസ് അവരോട് പറയാം. അവരുടെ പ്രസൻസ് ഒരിക്കലും നമുക്ക് ദേഷ്യം അല്ലെങ്കിലും അവരോടൊരു വെറുപ്പോ വിദ്വേഷമോ തോന്നാൻ പാടില്ല. ഓക്കെ, കാരണം DF ആണെങ്കിൽ, ഡിവൈൻ ഫെമിനിൻസ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻസ് തോന്നും. ആദ്യമൊക്കെ നമുക്കൊരു വിഷമം തോന്നുമായിരിക്കും. പിന്നെ ഹീൽ ചെയ്ത് മെഡിറ്റേഷൻസൊക്കെ ചെയ്ത് ആ ഒരു വൈബിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് നന്നായിട്ട് വരുമ്പോൾ എന്താണ്, നമുക്ക് അങ്ങനെ ഫോക്കസ് തോന്നില്ല, അല്ലെങ്കിൽ അവരോട് അങ്ങനത്തെ ദേഷ്യം തോന്നില്ല. ഓക്കെ, നമ്മുടെ DM എൻ്റെ പാർട്ട്ണറാണ്, അവർ ലെസൺസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലെസൺസും എക്സ്പീരിയൻസും രണ്ടുപേരും പഠിച്ച് ഹീൽ ചെയ്ത് വരട്ടെ. കാരണം ചിലവരുടെ കോൺട്രാക്റ്റ് ലൈഫ് ലോങ് ഉണ്ടാകാം, ചിലവർക്ക് നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ കോൺട്രാക്റ്റ് എത്ര വരെയാണ് നമ്മൾ സോൾ ചെയ്ത് വെച്ചിട്ട് സോൾ കോൺട്രാക്റ്റ് നമുക്ക് സോളിന് അറിയാൻ സാധിക്കും, അത് വേറെ ഒരാൾക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളിനോട് കണക്റ്റ് ചെയ്യുക. അത് ഞാൻ പറയുന്നത്, ഈ ഒരു സമയം മാക്സിമം ഹീലിങ്ങിലേക്ക് പോവുക. നിങ്ങളുടെ ഓരോരോ ഇന്നർ ചൈൽഡ് ഇഷ്ടങ്ങൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമുക്ക് കുറേ പേരൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കാൻ റിലാക്സ്. ലൈവ് റീഡിങ് ചെയ്യുമ്പോൾ പറയാറ് റിലീസ് യുവർ പാസ്റ്റ്, റിലീസ് യുവർ പാസ്റ്റ് ട്രോമ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളോട് സിമ്പിളായിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് എനർജീസിനെ ഒന്ന് പ്ലേ ചെയ്യാനും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാനും സാധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഫോട്ടോ എടുത്ത് നോക്കുക. അവരെക്കുറിച്ച് അന്വേഷിക്കാൻ ഒന്നും വേണ്ട. അവർ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നിങ്ങൾ DM അവിടെ സ്ട്രഗിളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കോൺഫിഡൻ്റ് അല്ലാത്തൊരു DM ആണെങ്കിൽ നിങ്ങളുടെ DMനെ കോൺഫിഡൻസ് പഠിപ്പിക്കുന്നു, സെൽഫ് ലവ് പഠിപ്പിക്കുന്നു, എന്താണ് റിയൽ ലവ്, എന്താണ് ഫേക്ക് ലവ് എന്നൊക്കെ ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങളവിടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ്. നമ്മുടെ ലൈഫിൽ തന്നെ എന്തോരം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. ഞാൻ തന്നെ ചിന്തിക്കും, എനിക്ക് സമയം തികയാറില്ല, അത്രയും ബിസിയാണ്. കാരണം എനിക്കിനി ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ ഇങ്ങനെ ആഗ്രഹം വരും. അത് ഞാൻ പഠിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാനങ്ങനെ വരയ്ക്കുന്ന പേഴ്സണൊന്നുമല്ല, പക്ഷേ മെഡിസിനൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ ഇങ്ങനെ കുറച്ച് അതൊക്കെ വരയ്ക്കാറൊക്കെ ഉണ്ട്. അല്ലാതെ വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല, പക്ഷേ എനിക്കിങ്ങനെ വരയ്ക്കാൻ മണ്ഡല ആർട്ട്, അത് ഭയങ്കര മണ്ഡല ആർട്ടൊക്കെ എന്തോ എനിക്ക് അത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഭയങ്കര മെഡിറ്റേറ്റീവ് ഒരു സ്റ്റേറ്റും കൂടിയാണെന്ന് പറയും മണ്ഡല ആർട്ടൊക്കെ ചെയ്യുമ്പോൾ. എനിക്കതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്, പഠിക്കണം. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഇന്നർ ചൈൽഡാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കാൻ നോക്കുക. ഇന്നർ ചൈൽഡ് ഹാപ്പിയായി ചിലപ്പോൾ കാറ്റ് കൊള്ളാൻ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കാറ്റ് കൊള്ളുക, ഒരു ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടാവും, ഫുഡ് കഴിക്കാം, നടക്കാൻ തോന്നുന്നത് നടക്കുക, ഫിലിമിന് കാണാൻ പോകാൻ തോന്നുകയാണെങ്കിൽ പോവുക. ഇന്നർ ചൈൽഡിനെ എപ്പോഴും ഹാപ്പിയാക്കി വെക്കുക.
എന്താ പറയുന്നത്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് കാര്യം, നിങ്ങളുടെ DMs ഭയങ്കരമായിട്ട് അഡിക്ഷനിലേക്ക് പോകുന്നു എന്നൊക്കെ അവർ പറയുകയാണ് നിങ്ങളൊരു ടോക്കിലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെയും അവരുടെയും സാക്രൽ ചക്ര കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ സാക്രലിൽ ഫോക്കസ് ചെയ്യുക. സാക്രൽ ചക്രയെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ ആ അഡിക്ഷൻസും കാര്യങ്ങളും പൊക്കോളും. ആൻഡ് നിങ്ങൾക്കും നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടല്ലോ, നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഈ DMലേക്കോ അഡിക്റ്റഡ് ആവുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് യു ആർ ഓവർലി ഫോക്കസ്ഡ് ഓൺ ദം. നമ്മൾ ഓവർലി ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല എനർജീസൊക്കെ അവരിലേക്ക് പോവുക. അപ്പോൾ അവരുടെ ലൈഫ് ഭയങ്കര സൂപ്പറായിട്ട് പോകും. അവർക്ക് ഭയങ്കര ശക്തി തോന്നും. അല്ലെങ്കിൽ DM അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി തമ്മിൽ നല്ലൊരു മ്യൂച്വൽ നല്ല സ്നേഹത്തിലൊക്കെ പോണ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എനർജി കംപ്ലീറ്റ്ലി പുൾ ബാക്ക് ചെയ്യുക. നമ്മുടെ ലൈഫുണ്ട്, ആ ലൈഫ് വെറുതെ കളയരുത്, ഒരു DMന് വേണ്ടിയും കളയരുത്. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കണ്ടൻറ്റ് ആകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആദ്യം സ്റ്റേജിൽ സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ആദ്യ പടിയും ഇപ്പോൾ കൂടി ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ നോക്കുമ്പോൾ ഭയങ്കര കണ്ടൻറ്റാണ്. കാരണം ഇപ്പം അങ്ങനെ ഒബ്സഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ലൈഫ് എന്താണ് ഓഫർ ചെയ്യുന്നത്, ഡിവൈൻ എന്താണോ എനിക്ക് തരാൻ പോകുന്നത്, അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. നമുക്ക് അവിടെ ഒരു പരാതിയും പരിഭവവും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ലൈഫ് മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ട് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവണം, എങ്ങനെയൊക്കെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എനിക്ക് സോൾ പർപ്പസ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ലേൺ ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ചിന്തകളൊക്കെ അങ്ങനെയായിരിക്കും. കൂടുതൽ ഞാൻ ബുക്സ് വായിക്കാനും മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങൾ കുറേ സ്പിരിച്വൽ തേഴ്സ്റ്റ് ഇങ്ങനെ വരും. എന്നിട്ടൊരു ദാഹം എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പറായിട്ട് അറിയാനും നമ്മളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു പാതയിലേക്ക് ഫോക്കസ് ചെയ്യാം. റിയൽ ട്വിൻ ഫ്ലെയിംസിന് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കും. ചിലവരല്ലാത്തവർ കമ്പൽ ചെയ്തിട്ടൊക്കെ ഇന്നർ വർക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ഇന്നർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണോ, എനിക്ക് മടിയാവണം, ഇങ്ങനെ പറയുന്നവർ ഈ ജേണിയിലല്ല, അവർ നോർമൽ റിലേഷൻഷിപ്പിലായിരിക്കും. ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. അവർക്ക് ഒരിക്കലും അത്ര ലേസിനെസ്സിലേക്ക് പോവില്ല. അവർക്ക് ആ ശക്തി എനർജി എപ്പോഴും ഉണ്ടായിരിക്കും, അതിങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഉള്ളിൽ ഇന്നർ ഫെമിനിൻ ഇന്നർ മാസ്കുലിൻസ് ബാലൻസ് ചെയ്യാൻ നോക്കുക. മാസ്കുലിൻ എങ്ങനെ ബാലൻസ് ചെയ്യുക, നമ്മുടെ ലോജിക് സൈഡ് സ്പിരിച്വലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും DF. അവിടെ നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും. അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരാൾ ഒരു ജോലി ചെയ്തുകൊണ്ട് മാത്രം ഈ ലോകത്ത് ഇപ്പോൾ ജീവിക്കാൻ സാധിക്കില്ല. മൾട്ടിപ്പിൾ ജോലി ചെയ്യുക, മൾട്ടിപ്പിൾ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. കൂടാതെ നമ്മൾ ബിസി ആയിരിക്കും, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് ഓവർലി ഫോക്കസ് ചെയ്യാതിരിക്കുക, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക, എപ്പോഴും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക. ഈ ജേണി സ്റ്റോപ്പായി പോവില്ല. ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിൽ നിങ്ങൾ DMന് സ്പേസ് കൊടുക്കുക. മേ ബി 1 or 2 year നിങ്ങളൊന്ന് സ്പേസ് കൊടുക്കൂ. അവർ ഭയങ്കരമായിട്ട് ഓൺ ഓഫ് ആണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ എനർജി നന്നായിട്ട് ലീക്ക് ചെയ്യുന്നെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവരോട് ദേഷ്യം വൈരാഗ്യമൊന്നും കാണിക്കേണ്ട. നിങ്ങൾ സ്പേസ് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരേണ്ട സമയത്ത് അവർ വരും. ഇല്ല വരുന്നില്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് യൂണിയൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക. അവർക്കും അവേക്കണിങ് ആവണമല്ലോ. നമ്മൾ ആ ഒരു സമയം ഹീലിങ്ങിലേക്ക് യൂസ് ചെയ്യുക. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ പഠിക്കാനോ, എന്തൊക്കെ ചെറുതിലെ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതൊക്കെ പഠിക്കാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് പഠിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അതൊക്കെ നിങ്ങളിങ്ങനെ ഗോൾ സെറ്റൊക്കെ ചെയ്ത് പോവാം. ഇപ്പോൾ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങൾ വരുമ്പോൾ ഗോൾ സെറ്റിങ്ങും ഒക്കെ പറയാറുണ്ട്. നിങ്ങളുടെ 1 year പ്ലാനൊക്കെ ടാസ്കുകളൊക്കെ കൊടുത്ത് എഴുതിപ്പിച്ച് അതിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള ടെക്നിക്സൊക്കെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് ഓവറായിട്ട് ഫോക്കസ് ചെയ്യാതെ ഇരിക്കുക. തേർഡ് പാർട്ടി എന്നല്ല, നിങ്ങൾ എന്തിലേക്കാണ് ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വരില്ല. അത് കൂടുതൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് പോകും. കാരണം ട്വിൻ ഫ്ലെയിം ജേർണി വരുമ്പോൾ നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള എനർജിയൊക്കെ എന്തിനാണ് വെറുതെ കൊടുക്കുന്നത്? എളുപ്പമല്ല. അത് പോയി കഴിഞ്ഞാൽ പിന്നെയും ഇരുന്ന് ഇത്രയും ഫില്ല് ചെയ്യാൻ എളുപ്പമല്ല. ഓക്കെ, എനർജി ഡ്രെയിൻ ചെയ്യാതെ നോക്കുക. പിന്നെ ഇപ്പോൾ എനർജി വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര മൂഡി ആവുന്നതും അല്ലെങ്കിൽ ഭയങ്കര ഓവർ സൈലൻ്റ് ആവുന്നതൊക്കെ ഫീൽ ചെയ്യാം. ആൻഡ് കാർമിക് ട്രിഗേഴ്സ് വരുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ വന്ന് പൊക്കോട്ടെ. ഡിവൈൻ ടെസ്റ്റ്, ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പൊക്കോട്ടെ. നമ്മളൊന്നും ബലം പിടിക്കാൻ, ജസ്റ്റ് ബി ഫ്രീ. ഞാൻ പറയുന്നത് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് ആ സ്പേസ് കൊടുക്കുക. വേണ്ടാത്തതായിട്ടുള്ള നമ്മുടെ ഉള്ളിലും ഡീക്ലട്ടർ ചെയ്യുക. ഡീക്ലട്ടർ മീൻസ് വേണ്ടാത്ത വേസ്റ്റ്, മറ്റുള്ളവരുള്ള ദേഷ്യം, വാശി, വൈരാഗ്യം അങ്ങനത്തൊക്കെ വേസ്റ്റ് എടുത്ത് കളയുക. വേസ്റ്റ് നമ്മൾ എപ്പോഴും എടുത്ത് വയ്ക്കില്ല, അത് കത്തിച്ച് കളയുക ചെയ്യുക. അതുപോലെ നിങ്ങളും ഒരു ലെറ്റ് ഗോ ലെറ്ററൊക്കെ ചെയ്ത് കത്തിച്ച് കളഞ്ഞ് ബേൺ ചെയ്ത് നിങ്ങളുടെ ഉള്ളും നിങ്ങളുടെ എനർജീസൊക്കെ ഫ്രീ ആക്കി വയ്ക്കുക. ഓക്കെ, സോ എനിക്ക് ഇത് പറയണം തോന്നി. തേർഡ് പാർട്ടിയിലേക്ക് ഓവർലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ
അവർ DMs വരാൻ വളരെ ലേറ്റ് ആവും. അവരതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവും. നിങ്ങൾ എപ്പോഴാണ് സെൽഫ് ലവിലേക്ക് വരുന്നത് അപ്പോഴാണ് അവർക്കും നിങ്ങളുടെ എനർജിയുടെ അഭാവം വരുന്നതും. അപ്പോഴാണ് DMs അല്ലെങ്കിൽ തേർഡ് പാർട്ടി വീക്ക് ആകുക. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ ടാരോ കോഴ്സ്, പേഴ്സണൽ റീഡിങ്, അതുപോലെ സബ് കോൺഷ്യസ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, കർമ്മ ക്ലൻസിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ. അതുപോലെ ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഡേറ്റ്സ് ഉണ്ടെങ്കിലാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു.